നമസ്കാരം. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ജീവനൊടുക്കിയ സംഭവത്തിൽ സ്കൂളിലെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സ്കൂളിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും കുട്ടികളുടെ രക്ഷിതാക്കളുടെയും ഒക്കെ മൊഴിയെടുക്കാനാണ് ഒരുങ്ങുന്നത്. അർജുൻ ആത്മഹത്യ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമാണെന്ന ആരോപണത്തിൽ പ്രധാന അധ്യാപിക യു ലിസി, ക്ലാസ് അധ്യാപിക ടി ആശ എന്നിവരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. അധ്യാപിക ശകാരിച്ച ശേഷം അസ്വസ്ഥനായ അർജുൻ സ്കൂൾ വിട്ടു പോകുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു വന്ന സഹപാഠിയായ കുട്ടി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. വിഷയം സൈബർ സെല്ലിനെ അറിയിക്കും, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ക്ലാസ്സിൽ വെച്ച് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നാണ് സഹപാഠി പറയുന്നത്. AEOയുടെ സാന്നിധ്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും PTAയും യോഗം ചേർന്നാണ് ഈ അധ്യാപകർക്കെതിരെ നടപടി തീരുമാനിച്ചത്. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചിട്ടുണ്ട്. നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ ശക്തമായ പ്രതിഷേധ സമരം നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ മന്ത്രി V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ പൊള്ളപ്പാടം ചരലംപറമ്പ് വീട്ടിൽ അർജുൻ 14 വൈകിട്ടാണ് മരിച്ചത്. അന്ന് രാവിലെയാണ് മരണത്തിന് കാരണമായെന്ന് ആരോപിക്കുന്ന സംഭവം സ്കൂളിൽ ഉണ്ടാകുന്നത്. അർജുൻ ഉൾപ്പെടെ 4 വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമത്തിൽ അയച്ച സന്ദേശം സംബന്ധിച്ച് ഒരു രക്ഷിതാവ് സ്കൂൾ അധികൃതരോട് പരാതിപ്പെടുന്നു. തുടർന്ന് 4 കുട്ടികളെയും രക്ഷിതാക്കളെയും സ്കൂളിൽ വിളിപ്പിച്ച് ശാസിച്ചു വിട്ടു. അതിനുശേഷവും ക്ലാസ് അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. കുട്ടിയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചതായി കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു വൈകാരികമായ ഒരു കുറിപ്പ് ദീപ സേര എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇവൻ ഇന്നില്ല, ഒരു സംഭവം പറയാം. എഴുതണോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇത് എഴുതുന്നത്. എന്റെ ചെറിയ മോനോട് ഒരിക്കൽ അവന്റെ തൊട്ട് സീനിയറായ ഒരു പയ്യൻ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുമ്പോൾ ഡെയർ ഗെയിമിന്റെ ഭാഗമായി ഒരു സൈറ്റിൽ കയറി ആർക്കോ ഒരു മിസ്ഡ് കോൾ അടിക്കാൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്ന ശേഷം ആ സൈറ്റിൽ കയറി അങ്ങനെ ചെയ്തു. അതോടെ അവന് പരിചയമില്ലാത്ത ആരുടെയൊക്കെയോ മെസ്സേജുകൾ ഫോണിൽ വാട്സാപ്പിൽ വരാൻ തുടങ്ങി. പേടിച്ചിട്ട് വാട്സാപ്പ് അവൻ അൺഇൻസ്റ്റാൾ ചെയ്തു. അത് കണ്ടപ്പോൾ സ്വാഭാവികമായി ഞാൻ ചോദിച്ചു. അറിയാതെ കൈത്തട്ടി അൺഇൻസ്റ്റാൾ ആയതാണെന്ന് പറഞ്ഞ് അവനും വീണ്ടും രക്ഷയില്ലാതെ എന്റെ മുന്നിൽ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു. അതോടെ വീണ്ടും മെസ്സേജുകൾ വരാൻ തുടങ്ങി. ഉള്ളിൽ ഈ ഭയവും കൊണ്ട് എന്റെ കുഞ്ഞ് 3 ദിവസം നടന്നു. ഒടുവിൽ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിറച്ചുകൊണ്ട് എന്റെ അടുത്തെത്തി. അവനെ മാറ്റി നിർത്തി ഞാനത് കേട്ടു. ഞാൻ മൂത്തവനെ വിളിച്ച് ഉടനെ കാര്യം പറഞ്ഞു. അവൻ പുഷ്പം പോലെ ആ പ്രശ്നം ടെക്നിക്കലായി സോൾവ് ചെയ്തു. അതിനുശേഷം ഞാൻ മോനെ വിളിച്ചിരുത്തി ഇതിന്റെ എല്ലാ നിയമ പ്രശ്നങ്ങളും അപകടങ്ങളും പറഞ്ഞു മനസ്സിലാക്കി. അവനത് മനസ്സിലായി. അവനോട് ഇത് പറഞ്ഞു കൊടുത്ത സീനിയർ കുട്ടിയെയും വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എനിക്ക് വേണമെങ്കിൽ സമനില തെറ്റി അവനെയും സീനിയർ പയ്യനെയും ചീത്ത വിളിച്ചു അവന്റെ വീട്ടുകാരോടും പറഞ്ഞ് സ്കൂളിലും അറിയിച്ച് എല്ലാം നാശമാക്കാമായിരുന്നു. കോളേജിലും കുട്ടികൾ ചെയ്യുന്ന പലതിലും ഇതുപോലെ സൊല്യൂഷൻ കണ്ടെത്താമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഒന്ന് തലോടിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഈ കുരുത്തക്കേടുകൾ ഒക്കെയെന്ന കോളേജ് അധ്യാപികയായിരുന്ന കാലത്ത് ഞാൻ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതാണ്. കാരണം ആത്യന്തികമായി അവർ കുട്ടികളാണ്. ആവർത്തിച്ചാൽ നിയമം അനുശാസിക്കും വിധം ശിക്ഷിക്കണം, അതിൽ സംശയമില്ല. ഈ കേസിൽ ന്യൂസിൽ കണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. കുട്ടികൾ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ ചില മെസ്സേജുകൾ അയച്ചു. അതിൽ ചില മോശം വാക്കുകൾ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ തന്നെയാണ് ആദ്യം കണ്ടത്. അവർ ഗുണദോഷിച്ചു. വീട്ടിൽ നിന്ന് തല്ലും കിട്ടിയെന്ന് പറയപ്പെടുന്നു. വീട്ടുകാരും അവനെ അത്ര കേൾക്കാൻ നിന്നില്ലെന്ന് സ്കൂളിലെ പല കുട്ടികളും പറയുന്നു. പിറ്റേന്ന് മാതാപിതാക്കൾ സ്കൂളിൽ ചെന്നു. മാതാപിതാക്കൾ ചെന്ന ദിവസം കുട്ടിയുടെ ക്ലാസ് ടീച്ചറായ ആശ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മറ്റ് ടീച്ചർമാരുടെ സാന്നിധ്യത്തിൽ വിഷയം പറഞ്ഞ് തീർപ്പാക്കുന്നു. എന്നാൽ പിറ്റേന്ന് ക്ലാസ് ടീച്ചർ എത്തുന്നു. അർജുനെ മറ്റു കുട്ടികൾക്ക് മുന്നിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി ചെവിക്ക് പിടിക്കുകയോ തല്ലുകയോ മറ്റോ ചെയ്യുന്നു. കുട്ടിയെ തിരുത്താനെന്ന ഉദ്ദേശത്തിൽ ക്ലാസ്സിനകത്ത് നിന്ന് ടീച്ചർ സൈബർ സെല്ലിലേക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ വിളിക്കുന്നതായി അഭിനയിക്കുന്നു. 1.5 വർഷം ജയിലിൽ കിടക്കാം, 25,000 രൂപ പിഴയൊടുക്കാം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. പിന്നീട് സ്റ്റാഫ് റൂമിൽ വിളിച്ച് പ്രിൻസിപ്പലിന് മുന്നിൽ വെച്ച് ഭീഷണി തുടർന്നു. ഒരു 5 മിനിറ്റ് സംസാരിക്കാമോ എന്ന് അവൻ ചോദിച്ചപ്പോൾ ആ ടീച്ചർ അത് നിഷേധിച്ചു. കൈ വിറച്ചാണ് ആ കുട്ടി തിരികെ ക്ലാസ്സിൽ എത്തിയതെന്ന് മറ്റു കുട്ടികൾ പറയുന്നു. അവൻ അമ്മയെ 3 തവണ ഫോണിൽ വിളിക്കുന്നു. അമ്മയും ഫോൺ എടുത്തില്ലെന്ന് ക്ലാസ്സിലെ തന്നെ പെൺകുട്ടികൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും തിരക്കിലായിരിക്കാം. എന്നാൽ അവന് അമ്മയെയും ഒന്നും സംസാരിക്കാനായി കിട്ടിയില്ല. അന്ന് വൈകുന്നേരം കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് ഇത് അവസാനത്തേതാണെന്ന് പറയുന്നു. വീട്ടിൽ ചെന്ന് ഇട്ട യൂണിഫോം പോലും മാറ്റാതെ ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. 9ൽ പഠിക്കുന്ന കുട്ടികളിൽ പരമാവധി എന്തൊക്കെ ചെയ്തു കാണും? സൈബർ സെല്ലിലൊക്കെ എത്താവുന്ന അത്ര ഗുരുതരമായ തെറ്റാണ് കുട്ടി ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ വഴി ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ?
എനിക്കറിയില്ല. ആണെന്ന് തന്നെ ഇരിക്കട്ടെ. മാതാപിതാക്കൾ അറിഞ്ഞു കഴിഞ്ഞ ഒരു സംഭവം, ചെയ്ത തെറ്റിൽ ഉള്ളു വെന്തിരിക്കുന്ന കുട്ടി. ഈ സാഹചര്യത്തിൽ ഒരല്പം സമചിത്തതയോടെ, സഹാനുഭൂതിയോടെ, മനുഷ്യത്വത്തോടെ ആ ടീച്ചർ പെരുമാറിയിരുന്നുവെങ്കിൽ ആ മോൻ ഇപ്പോൾ ജീവിച്ചിരുന്നേനെ എന്ന് തോന്നുന്നില്ലേ? ഒരു അധ്യാപികയും അമ്മയുമായ എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ. അതാണ് ശരിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കൗമാരം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് ഇനി മാതാപിതാക്കളും ടീച്ചർമാരും അറിയുന്നില്ലേ? അവർക്ക് താങ്ങാവുന്നതിനേക്കാൾ, അറിവുള്ളതിനേക്കാൾ വലിയൊരു ടെക് ലോകത്തേക്ക് വളരെ നേരത്തെ ചെന്നിറങ്ങിയവരാണ്. തെറ്റുകൾ വരാം, ശ്രദ്ധ തെറ്റിപ്പോകാം. അവർക്ക് വരും വരായ്കകളെ പറ്റിയുള്ള ധാരണയുണ്ടെങ്കിലും ഭയമില്ല. ആരുടെയൊക്കെയോ തണലിലാണ് തങ്ങൾ എന്ന ഉറച്ച ബോധ്യം അവരെ ഭയമില്ലാത്തവരാക്കി മാറ്റുന്നു. ഇനി തോൽവികളെയോ മുനയുള്ള വാക്കുകളെയോ പരീക്ഷണങ്ങളെയോ താങ്ങാൻ കഴിയാത്ത വിധം ദുർബലമായ മനസ്സുമാണ് അവർക്ക്. അവകാശബോധം ഉള്ളത് നല്ലതെങ്കിലും ആ അവകാശബോധം അവരെ അഭിമാനക്ഷതത്തിലേക്കും ആത്മഹത്യ എന്ന ഒറ്റ ബുദ്ധിയിലേക്കും വളരെ വേഗം എത്തിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കാലത്ത് ഇന്നത്തെ അത്രയും അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ഇതുപോലെ ആയിരുന്നേനെ. അന്ന് നമുക്ക് അവൈലബിൾ ആയിരുന്ന സാഹചര്യങ്ങളെ നമ്മൾ നല്ലതും ചീത്തകളും കലർന്ന പല രീതികളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയുന്നവർ ജീവിതം ആഘോഷിക്കാത്തവരാണെന്ന് ഞാൻ പറയും. അല്പം കൂടി മാനസികാരോഗ്യം ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു നമുക്ക്. മാനസികമായി പുത്തൻ കൗമാരക്കാരെ കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും കൃത്യമായ പരിശീലനവും അവബോധവും നൽകേണ്ട സമയം കഴിഞ്ഞു. ഒരു കുട്ടിയിൽ തെറ്റ് കണ്ടാൽ ഒന്ന് തോളിൽ കൈയിട്ട് പിടിച്ചിരുത്തി സമാധാനിപ്പിച്ച് ചെയ്ത തെറ്റിന്റെ വ്യാപ്തി പറഞ്ഞ് മനസ്സിലാക്കി നിയമാവശങ്ങൾ പറഞ്ഞുകൊടുത്ത് ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് മേടിച്ചവനെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാമായിരുന്നു. വീണ്ടും ആവർത്തിക്കുന്നെങ്കിൽ നിയമപ്രകാരം കടുത്ത നടപടി എടുക്കാമായിരുന്നു. ആ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഷോ കാണിച്ച് സൈബർ സെല്ലിലൊക്കെ വിളിച്ചെങ്കിൽ, അല്ലെങ്കിൽ അഭിനയിച്ചെങ്കിൽ, ആ കുട്ടിയെ സകലരുടെ മുന്നിൽ വെച്ച് വിധിച്ചെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അതിൽ തർക്കമില്ല. ഇതാണ് ആ പോസ്റ്റ്. തീർച്ചയായും ഇവർ പങ്കുവച്ചതുപോലെ ഒരു അധ്യാപിക അങ്ങനെ ആകരുത്. ശമ്പളം കിട്ടാനുള്ള ഒരു തൊഴിൽ മാത്രമല്ല അധ്യാപനം. കുഞ്ഞിനെ മനസ്സിലാക്കാതെ ശമ്പളത്തിന് വേണ്ടി മാത്രം അധ്യാപകരായവർ സമൂഹത്തിൽ കൂടി വരുന്നതിന്റെ ദുരന്തങ്ങളാണ് ഇപ്പോൾ ചുറ്റിലും. എന്തെങ്കിലും കണ്ടാൽ ഉടൻ ഓവർ റിയാക്ട് ചെയ്യുന്ന പ്രവണത പല മാതാപിതാക്കൾക്കുമുണ്ട്. കുട്ടി വഷളാകുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. സ്വന്തമായി ടോർച്ചർ ചെയ്ത ശേഷം പവർ ഹംഗ്രിയായ അധ്യാപകർക്ക് വിട്ടുകൊടുക്കുന്നു. ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെയും കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കളും അധ്യാപകരും ഒരുപോലെ പഠിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.